കായംകുളം ശ്രീനാരായണ സെൻട്രൽ സ്കൂളിൽ ലീഡർ തിരഞ്ഞെടുപ്പും സ്ഥാനാരോഹണ ചടങ്ങും ഇന്ന് നടന്നു. സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ സ്കൂൾ വൈസ് പ്രിൻസിപ്പൽ റീന ടി രഘുനാഥ് സ്വാഗതം ആശംസിച്ചു. മുഖ്യാതിഥിയായ കായംകുളം മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സമീറും മാനേജ്മെന്റ് അംഗങ്ങളും ചേർന്ന് ഭദ്രദീപം കൊളുത്തി. ഇപ്പൊ നിങ്ങളുടെ സ്കൂളിൽ ഈ ഇലക്ഷൻ നടന്നപ്പം ടീച്ചർ പറഞ്ഞ പോലെ ഇലക്ഷന്റെ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. നിങ്ങൾ വോട്ട് പിടിക്കാനായിട്ട് സ്ഥാനാർത്ഥികൾ ഓരോ കുട്ടികളുടെ അടുത്ത് പോകുന്നതും എല്ലാം നിങ്ങൾക്ക് ഭാവിയിൽ ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങളെ തിരഞ്ഞെടുക്കുന്ന പ്രതിനിധികളാണ് നമ്മളെ ഭരിക്കുന്നത്. ഇപ്പം ഏറ്റവും അവസാനം നമ്മുടെ നടന്ന ഇലക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ നിയമസഭാ ഇലക്ഷനാണ്. 140 നിയമസഭാ മണ്ഡലങ്ങളുണ്ട്. ഇതിൽ ഒരു പാർട്ടിയെ പ്രതിനിധീകരിച്ച് വിജയിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഏത് പാർട്ടിയിലാണോ അവർ ചേർന്നിട്ടാണ് മുഖ്യമന്ത്രിയെയും മറ്റു മന്ത്രിമാരെയൊക്കെ തിരഞ്ഞെടുക്കുന്നത്. അങ്ങനെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെടുന്ന കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിക്കപ്പെടുന്നതും കൂടുതൽ ആൾക്കാർ വോട്ട് ചെയ്യുന്നതുമായ നേതാക്കളാണ് ഭരണ നേതൃത്വത്തിലേക്ക് വരുന്നത്. അങ്ങനെ തന്നെയാണ് നിങ്ങളുടെ ഈ സ്കൂളിലും ഇലക്ഷൻ നടന്നത്. ഇലക്ഷനിൽ ഏറ്റവും കൂടുതൽ വോട്ട് നേടിയ ആൾക്കാരാണ് മുൻനിരയിലേക്ക് വന്നിരിക്കുന്നത്. ജനാധിപത്യ രീതിയിൽ നടന്ന വാശിയേറിയ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച നേതൃസ്ഥാനത്തെത്തിയ വിദ്യാർത്ഥികളെ സ്കൂൾ മാനേജർ പ്രൊഫസർ ഡോക്ടർ പി പത്മകുമാർ, മുഖ്യാതിഥി വൈസ് പ്രിൻസിപ്പൽമാർ എന്നിവർ ചേർന്ന് ബാഡ്ജ് അണിയിച്ച് അനുമോദിച്ചു. തുടർന്ന് കുട്ടികൾ പ്രതിജ്ഞാവാചകം ഏറ്റുചൊല്ലി. 12ാം ക്ലാസ് വിദ്യാർത്ഥികളായ ആദിദേവ് പ്രകാശ്, നിവേദ്യ കൃഷ്ണൻ എന്നിവരുടെ നേതൃത്വത്തിലുള്ള സ്കൂൾ ക്യാബിനറ്റാണ് അധികാരമേറ്റത്. ശ്രീനാരായണ സാംസ്കാരിക സമിതി ജോയിന്റ് സെക്രട്ടറി പള്ളിയമ്പിൽ ശ്രീകുമാർ, ട്രഷറർ പ്രൊഫസർ ടി.എം. സുകുമാരബാബു, വൈസ് പ്രിൻസിപ്പൽ മധുബാലൻ തുടങ്ങിയവർ ആശംസകൾ നേർന്നു. വിവിധ സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടവർ, മാനേജ് കമ്മിറ്റി അംഗങ്ങളായ ധനപാലൻ, ബീന, വിദ്യാർത്ഥികൾ, അധ്യാപകർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. 9ാം ക്ലാസ് വിദ്യാർത്ഥിനി സഫ സിയാദ് ഗാനം ആലപിച്ചു. സോഷ്യൽ സയൻസ് അധ്യാപിക സോനു ടി ജേക്കബ് നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, കായംകുളം.